മലയാള സിനിമയുടെ പരിമിതി താങ്കൾക്ക് തന്നെ പലതും നിഷേധിക്കുകയാണ് എന്ന് നമുക്ക് വിശകലനം ചെയ്യാവോ? ഞാൻ ചോദിക്കാൻ പ്രധാന കാരണം ഹിന്ദിയിലാണെങ്കിലും ഒരുപക്ഷെ തമിഴിൽ പോലും പ്രധാനപ്പെട്ട 2-3 നടന്മാർ ഒരേ സിനിമയിൽ തന്നെ വരുന്നു. മലയാള സിനിമയ്ക്ക് ഒരുപക്ഷെ താങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലായിരിക്കാം. എങ്കിലും അമിതാഭ് ബച്ചനും ഋതിക് റോഷനും അല്ലെങ്കിൽ അമിതാഭ് ബച്ചനും ഷാരൂഖ് ഖാനും ഒരു സിനിമയിൽ വരുന്നത് പോലെ മോഹൻലാലും പൃഥ്വിരാജും അല്ലെങ്കിൽ മമ്മൂട്ടിയും പൃഥ്വിരാജും എന്തുകൊണ്ട് വരുന്നില്ല? അതിന് തുടക്കമാണ് ഇപ്പൊ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ ആ പ്രവണത ആദ്യം സംഭവിച്ചത് ഹോളിവുഡിൽ തന്നെയാണ്. സോ കോൾഡ് ഒരു മൾട്ടി കാസ്റ്റ് അല്ലെങ്കിൽ ഓൺസെമ്പിൾ കാസ്റ്റ് എന്ന് പറയുന്നത് ഹോളിവുഡിലാണ് അത് സംഭവിച്ചത്. ഇപ്പോൾ 2008 ഓസ്കാർ കിട്ടിയ ഡിപ്പാർട്ടഡ് എന്ന് പറയുന്ന സിനിമ വരെ അത്തരം ഒരു സിനിമയാണ്. പിന്നെ ബോളിവുഡിൽ സംഭവിച്ചു തുടങ്ങി, തമിഴിൽ സംഭവിച്ചു തുടങ്ങി, തെലുങ്കിൽ സംഭവിച്ചു. ഇപ്പോഴാണ് അത് മലയാളത്തിൽ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നത്. അടുത്ത കൊല്ലം ഞാനും മമ്മൂക്കയും ഒരുമിച്ചൊരു സിനിമ ചെയ്യുന്നുണ്ട്. മമ്മൂക്ക എന്റെ ചേട്ടനായിട്ട് അഭിനയിക്കുന്ന പോക്കിരി രാജ എന്ന് പറയുന്ന ഒരു ബിസിനസ് കമേഴ്ഷ്യൽ വയബിലിറ്റി മാത്രം മുന്നിൽ നിർത്തി കണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു സിനിമ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും മുഴുനീള വളരെ പ്രസക്തിയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു സിനിമയാണ്. ലാലേട്ടനും ഞാനും ഒരുമിച്ചൊരു സിനിമയുടെ ഡിസ്കഷൻസ് ശ്രീ ലാൽ ജോസ് എന്ന് പറയുന്ന സംവിധായകനുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും മിക്കവാറും സംഭവിക്കും. അപ്പൊ അതിന്റെ ഒരു തുടക്കമാണ് തീർച്ചയായിട്ടും. ഇനിയും വരാനിരിക്കുന്ന കാലങ്ങളിൽ മലയാള സിനിമയിൽ അത്തരം പ്രോജക്റ്റുകൾ ഒരുപാടുണ്ടാവും. അത്തരം പ്രോജക്റ്റുകൾ താങ്ങാനുള്ള ഒരു ശേഷി മലയാള സിനിമയ്ക്കുണ്ടോ സാമ്പത്തികമായി? ഉണ്ട്. കാരണം അതിന്റെ വീണ്ടും ഞാൻ മാധ്യമങ്ങളെ തന്നെ ഇവിടെ പറയേണ്ടി വരും. കാരണം മലയാള സിനിമയുടെ ഏറ്റവും വലിയ റവന്യൂ ജനറേഷൻ ഏരിയ എന്ന് പറയുന്നത് സോ കോൾ സാറ്റലൈറ്റ് റൈറ്റ്സ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് ഓരോ മാധ്യമം, ഓരോ ചാനലുകൾ അവരുടെ ചാനൽ ആ സിനിമ കാണിക്കാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസർക്ക് കൊടുക്കുന്ന തുക, അതൊരു വലിയ റവന്യൂ ഏരിയ ആണ് നമ്മുടെ. ഇന്ന് 1.5 കോടിയിൽ മുകളിൽ നിൽക്കുന്ന, ഇപ്പം ഒരു 3 കോടി രൂപ ബഡ്ജറ്റ് വരുന്ന സിനിമയ്ക്ക് പോലും 1.5 കോടിയിൽ മുകളിൽ നിൽക്കുന്ന ഒരു ബിസിനസ് ഏരിയ ആണത്. ഈ തുക നിശ്ചയിക്കപ്പെടുന്നത് 90% നടന്മാരുടെയും സംവിധായകന്റെയും പേരിലാണ്. പലപ്പോഴും ഒന്നിൽ കൂടുതൽ വലിയ സെയിലബിൾ ആയിട്ടുള്ള ആക്ടേഴ്സ് ഒരു പ്രോജക്റ്റിലുണ്ടെങ്കിൽ ഈ തുകയ്ക്ക് വലിയ വ്യത്യാസം വരും. ഇത്തരം പ്രോജക്റ്റുകൾക്ക് നടന്മാരുടെ ഈഗോ ക്ലാഷ് ഒരു തരത്തിലും തടസ്സമാവില്ല എന്ന് പറയാൻ കഴിയുമോ? ഇപ്പോൾ പഴശ്ശിരാജയിൽ തന്നെ ശരത് കുമാർ ചെയ്ത വേഷം സുരേഷ് ഗോപി ചെയ്യണമെന്നാണ് മമ്മൂട്ടി തന്നെ ആഗ്രഹിച്ചെന്ന് എനിക്കറിയാം. പക്ഷെ അത് നടന്നില്ല. അത്തരം ഈഗോ ക്ലാഷുകൾ എപ്പോഴെങ്കിലും പൊന്തി വരാൻ ഇടയുണ്ടോ? അത് വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതിപ്പോ ഒരു സിനിമ എന്നുള്ളത് വിട്ടേക്കൂ, ഇപ്പോ ഒരു ചാനലിൽ തന്നെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആക്ടേഴ്സും സെക്യൂർ ആണെങ്കിൽ, ഇൻസെക്യൂരിറ്റി ഇഷ്യൂസ് ഒരു ആക്ടറിനും ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരേണ്ടതായിട്ടില്ല. പിന്നെ മമ്മൂക്കയും സുരേഷ് ചേട്ടനും തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് സുരേഷ് ചേട്ടൻ മമ്മൂക്കയുടെ സിനിമയിൽ അഭിനയിക്കാത്തത് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു നടനുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നവുമില്ല. ഇവര് ആരുടെ കൂടെയാണ് ഞാൻ അഭിനയിക്കുന്നതെങ്കിലും ഞാനെന്ന് പറയുന്ന നടൻ ആ സിനിമയിൽ ജസ്റ്റിഫൈഡ് ആണെങ്കിൽ, ഞാനെന്ന് പറയുന്ന നടൻ ആ സിനിമയിലേക്ക് ആത്മാർത്ഥമായി ആകർഷിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ ആ സിനിമ ചെയ്യും. ഈ പറഞ്ഞ താരങ്ങൾക്ക് മമ്മൂട്ടി, മോഹൻലാല്, സുരേഷ് ഗോപി അവരോടൊപ്പം ഒരു നിരയിലേക്ക് താങ്കൾ ഉയർന്നു വരുന്ന ഒരു സമയമാണിത്. അതിനെ അവരെങ്ങനെ കാണുന്നു എന്നാണ് താങ്കൾക്ക് തോന്നിയിരിക്കുന്നത്? പുതിയ മുഖം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ ആദ്യമായിട്ട് മൂന്നാമതൊരാളോട് ആ സിനിമ വളരെ വലിയ ഹിറ്റാണ് എന്ന് പറയുന്നത് മമ്മൂക്കയാണ്. മമ്മൂക്ക വിളിച്ച് അറിഞ്ഞിട്ടാണ് എന്റെ ഗുരുനാഥനായ ശ്രീ രഞ്ജിത്ത് എന്നെ വിളിക്കുന്നത്. മമ്മൂക്ക പറഞ്ഞു ആ സിനിമ ഹിറ്റാണെന്ന്, ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞു. അപ്പൊ ഞാൻ മമ്മൂക്കയുമായിട്ടൊരു 2 ദിവസം ഒരുമിച്ച് ഒരു സെറ്റിൽ ചെലവഴിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അഭിനയിച്ച വൺ വേ ടിക്കറ്റ് എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം 2 ദിവസം വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ആ 2 ദിവസമാണ് സത്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഞാനൊരു നടനായതിനു ശേഷം അദ്ദേഹമായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് അവരൊക്കെ ഒരു വലിയ സന്തോഷത്തോടെ തന്നെയാണ് കാണുന്നത്. കാരണം അവർക്കൊന്നും പൃഥ്വിരാജിനെ പോലെ ഒരു നടൻ കയറി വരുന്നതിൽ യാതൊരു ഇഷ്യൂസും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഞാനൊന്നും ഒരു തരത്തിലും അവരെ വാദിക്കാൻ പോകുന്നില്ല. താങ്കൾക്ക് വ്യക്തിപരമായി വളരെ ആത്മവിശ്വാസമുള്ള ആളാണ്, അത് വളരെ പ്രകടമാണ്. പക്ഷെ ഇപ്പോഴും ഒരു ആക്ടർ എന്നുള്ള നിലയിൽ അവരുടെ ഒപ്പം നിൽക്കുന്ന ആളെന്ന ആത്മവിശ്വാസം താങ്കൾ പ്രകടിപ്പിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ആര് പറഞ്ഞു പ്രകടിപ്പിക്കുന്നില്ല എന്ന്? തീർച്ചയായിട്ടും അതും താങ്കൾക്കുണ്ട്. തീർച്ചയായിട്ടും ഞാനൊരു മോശം നടനൊന്നുമല്ല. ഒരു മോശം നടനാണെങ്കിൽ 50 സിനിമകളിലൊന്നും അഭിനയിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇൻ ടേംസ് ഓഫ് ഗ്രേറ്റ്നെസ് ഒരു മമ്മൂട്ടിയോ ഒരു മോഹൻലാലിന്റെയോ കൂടെ എഴുതാൻ പറ്റില്ല എന്റെ പേര്. കാരണം ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം എന്നാണ് താങ്കൾ പറയുന്നത്. ഐ ബിലീവ് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. കാരണം ഞാൻ ഇനിയും അവരുടെ സിനിമകൾ കണ്ട് അവരുടെ തന്നെ സിനിമകൾ റെഫറൻസ് ആയിട്ട് എടുത്ത് അവർക്ക് കൈവരിക്കാൻ സാധിച്ച എക്സ്പീരിയൻസ് എനിക്ക് കൈവരിക്കാൻ സാധിച്ചാൽ, അവർ നൽകിയിട്ടുള്ള ഒരു വോളിയം ഓഫ് വർക്ക്, അവരുടെ ഡെലിജൻസ്, അവരുടെ ഹാർഡ് വർക്ക് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ എന്റെ കരിയറിന്റെ ആ സമയം എത്തുമ്പോൾ അവർ സമ്മാനിച്ച പോലെ ഒരു വേരിഡ് ബോഡി ഓഫ് വർക്ക് എനിക്ക് സമ്മാനിക്കാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഒരുപക്ഷെ നടൻ എന്ന നിലയിലും ഇത്രയും ആത്മവിശ്വാസമുള്ള താങ്കൾ ഒരിക്കൽ പറഞ്ഞു, സൂപ്പർ സ്റ്റാറുകളുടെ കാലം കഴിഞ്ഞു, ഇനി ഒരുപക്ഷെ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടാവില്ല
എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? സൂപ്പർ സ്റ്റാർഡത്തിന്റെ കാലം കഴിയണം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ആരോഗ്യകരമായ വളർച്ച എന്ന് പറഞ്ഞാൽ ഇനിയും അങ്ങോട്ട് ഈ താരമൂല്യത്തിന്റെ പ്രസക്തി സിനിമയിൽ കുറഞ്ഞു വരണം. ഒരു താരത്തിന്റെ പേരിൽ മാത്രം സിനിമകൾ വിൽക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു താരത്തിന്റെ പേരിൽ മാത്രം സിനിമാ വ്യവസായം നിലനിൽക്കുന്നത് വളരെ മോശമായ ഒരു പ്രവണതയാണ്. നമ്മളിപ്പോൾ ഹോളിവുഡ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സിനിമ വിൽക്കപ്പെടുന്നത് ആക്ടറിന്റെ പേരിലൊന്നുമല്ല. ഓഫ്കോഴ്സ് അത് സഹായിക്കും, ഒരു സെയിലബിൾ ആയിട്ടുള്ള ഒരു ആക്ടർ ഉണ്ടെങ്കിൽ അത് സഹായിക്കും. പക്ഷെ അവിടെ സബ്ജക്റ്റ് എന്താണ് സിനിമയുടെ കണ്ടന്റ് എന്നുള്ളതാണ് മുൻനിരയിലേക്ക് എത്തുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് സൂപ്പർ സ്റ്റാർഡം അല്ലെങ്കിൽ സ്റ്റാർഡം എന്ന് പറയുന്നതിന്റെ പ്രസക്തി കുറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കലാകാരനാണ്. എന്ത് ഉദ്ദേശത്തിന്റെ പേരിലായാലും തിലകനെ പോലുള്ള ആളുകൾ താങ്കളെക്കുറിച്ച് വളരെ ഉയർത്തി സംസാരിച്ചിട്ടുണ്ട്. അത്തരം സംസാരങ്ങളിൽ താങ്കൾ വീഴാറുണ്ടോ? അത്തരം സംസാരങ്ങളിൽ ഞാൻ വീണിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കില്ലായിരുന്നു. കാരണം സിനിമയിൽ നമ്മൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നതാണ്, ഞാൻ മാത്രമല്ല ഏതൊരു നടനാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് നമ്മളെ പറ്റിയുള്ള നല്ല കാര്യങ്ങളാണ്. പക്ഷെ തിലകൻ സാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുമ്പോൾ അതിന് മൂല്യം ഒരുപാട് കൂടുതലാണ്. കാരണം അദ്ദേഹത്തിന് എന്നെ പറ്റി നല്ലത് പറഞ്ഞിട്ട് ഒന്നും നേടാനില്ല, ഒന്നും ലഭിക്കാനില്ല. അപ്പൊ അതൊരു വളരെ എന്താ പറയാ അനാലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കമന്റ് ആണ്. തിലകൻ സാർ എന്നെ പറ്റി പറഞ്ഞ നല്ല കാര്യങ്ങൾ എനിക്ക് ഒരു വലിയ അംഗീകാരം കിട്ടിയ പോലാണ്. വളരെ അഭിമാനാർഹമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ മുറിവുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ വാസ്തവം എന്നുള്ള സിനിമയ്ക്ക് താങ്കൾക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ തന്നെ അത്തരം ചില വിമർശനങ്ങൾ ഉണ്ടായി. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് താങ്കളുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത്? ഞാൻ അതിനെപ്പറ്റി ഒന്നും ഓർക്കാറില്ല. കാരണം എന്നെ അതൊന്നും അഫക്ട് ചെയ്തിട്ടേ ഇല്ല. അതാണ് അതിന്റെ വാസ്തവം. ഇപ്പോ വാസ്തവം എന്ന് പറഞ്ഞ സിനിമയെ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ആ സിനിമ ചെയ്ത അവാർഡിന് വേണ്ടിയൊന്നുമല്ല. എനിക്ക് ദുഃഖം വന്നത് ആ സിനിമ ഒരു സൂപ്പർ ഹിറ്റ് ആവാത്തോണ്ടാണ്. അവാർഡ് എനിക്ക് കിട്ടി, സന്തോഷം. ചില ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. പക്ഷെ തുറന്നു പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങളോ അംഗീകാരങ്ങളോ ഞാൻ അത്ര വലിയ വില കൽപ്പിക്കുന്നില്ല. എനിക്ക് കിട്ടിയ സ്റ്റേറ്റ് അവാർഡ് ഉൾപ്പെടെ ആ വർഷം ആ ജൂറി എന്റെ പെർഫോമൻസ് ആണ് ഏറ്റവും നല്ലതെന്ന് തീരുമാനിച്ചു, എനിക്കൊരു അംഗീകാരം തന്നു. വലിയ സന്തോഷം. എന്നെ പോലെ ഒരു ചെറിയ കലാകാരന് ഒരു വലിയ പ്രോത്സാഹനമാണ്. അവാർഡിനെ കുറിച്ചുണ്ടായ ചില വിശദീകരണങ്ങൾ താങ്കൾക്ക് ഒരു പ്രോത്സാഹന സമ്മാനം എന്ന നിലയിൽ കൂടിയാണ് ഇത് കിട്ടിയത്. താങ്കളുടെ പെർഫോമൻസ് തീർച്ചയായിട്ടും നന്നായിരുന്നു. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു പരിഗണന കൂടി ഉണ്ടായിരുന്നു എന്നതാണ്. അത് ഒരു തരത്തിൽ അത് സ്വീകരിക്കാൻ കഴിയാത്ത ഒരു വാദമല്ലേ? ചെറുപ്പക്കാരൻ അവാർഡ് കിട്ടണമായിരുന്നെങ്കിൽ എനിക്ക് വാസ്തവത്തിന് മുമ്പേ കിട്ടണമായിരുന്നു. കാരണം അതിനു മുമ്പ് തന്നെ എന്റെ സിനിമകൾ അവാർഡ് പരിഗണനയ്ക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്റെ ചെറുപ്പം മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് അവാർഡ് തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചെറുപ്പം കണക്കിലെടുത്ത് അവാർഡ് തരണമെങ്കിൽ പ്രായം കണക്കിലെടുത്തും അവാർഡ് കൊടുക്കണം. കാരണം വളരെ പ്രായം ചെന്ന നടന്മാരും ആ വർഷം ഒരുപക്ഷെ ഇനിയും ഇത്തരത്തിലൊരു സിനിമയിൽ ഭാഗമാകാൻ സാധിക്കില്ല എന്ന് ഉള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന നടന്മാരും ആ വർഷം അവാർഡിന് പരിഗണനയിലുണ്ടായിരുന്നു. ചെറുപ്പത്തിന് കൊടുക്കണമെങ്കിൽ പ്രായത്തിനും കൊടുക്കണം. അപ്പൊ അതുകൊണ്ടൊന്നുമല്ല. പിന്നെ അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അത് അവരുടെ അഭിപ്രായമാണ്. അത് പറയാൻ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്ന രാഷ്ട്രീയ സാമൂഹിക ഘടനയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇപ്പോൾ ചെറുപ്പത്തിന്റെ ഒരു ആനുകൂല്യം കൊണ്ട് പ്രത്യേകിച്ച് ഒരു പരിഗണനയും എനിക്ക് വേണ്ട. ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് അനുസരിച്ചുള്ള പരിഗണന മതി എന്ന് താങ്കൾ ലോകത്തോട് പറയുന്നു. തീർച്ചയായിട്ടും എനിക്ക് ചെറുപ്പത്തിന്റെ യാതൊരു പരിഗണനയും എനിക്ക് വേണ്ട. ചെറുപ്പത്തിന്റെ പരിഗണന എനിക്ക് വേണ്ടത് സ്ക്രീനിന് പുറത്തേക്കാണ്. ഞാനെന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും ചാബല്യങ്ങൾ കാണിച്ചാൽ, ഞാനെന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ അതൊരു പയ്യന്റെ ഇമ്മെച്യൂരിറ്റി ആയിട്ട് കണക്കാക്കി എന്നോട് ക്ഷമിക്കുക. സ്ക്രീനിൽ നിങ്ങൾ തിയേറ്ററിൽ വന്ന് സിനിമ കാണുമ്പോൾ എന്റെ ചെറുപ്പത്തിന്റെ ഒരു ആനുകൂല്യവും എനിക്ക് തരണ്ട. ഈ മലയാളത്തിലെ താങ്കൾ തന്നെ പറഞ്ഞ മഹാനടന്മാരോടൊപ്പം നിന്ന് സിനിമയിൽ വിജയിക്കാൻ കഴിയും എന്ന് തെളിയിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് താങ്കൾ. തീർച്ചയായിട്ടും ആ വിശ്വാസം എനിക്കുണ്ട്. ഇന്ന് എന്റെ മനസ്സിൽ സിനിമയ്ക്ക് മുകളിൽ ഒരു പെൺകുട്ടിക്ക് പ്രാധാന്യം കൊടുത്തൊരു ജീവിതം എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കല്യാണം കഴിഞ്ഞാൽ ഞാനൊരു വൺ വുമൺ മാൻ ആവാനാണ് സാധ്യത.